Defy Space Pro. ഡിഫൈയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു സ്മാർട്ട് വാച്ച് ആണ്. 1590 രൂപയ്ക്കാണ് ഞാനത് വാങ്ങിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന്. പക്ഷേ ഇതിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 1490 രൂപയാണ്. അത്യാവശ്യം നല്ല റേറ്റിംഗ് ആണ് ഈ ഒരു പ്രോഡക്റ്റിന് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കാണാൻ സാധിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്പേസ് പ്രോ നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സവിശേഷതകളെന്നാണ്. അപ്പോൾ ബോക്സ് നോക്കുവാണെങ്കിൽ ഏറ്റവും മുന്നിലായിട്ട് ഡിഫൈയുടെ ലോഗോയും കൂടാതെ സ്പേസ് പ്രോ എന്നും വാച്ചിൻ്റെ ഫോട്ടോയും 4.29 സെൻറ്റിമീറ്റേഴ്സ് അതായത് 1.69 HD ഡിസ്പ്ലേ എന്നും ബ്ലഡ് ഓക്സിജൻ മോണിറ്റർ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. പിറകിലും കുറച്ച് കാര്യങ്ങൾ അവരുടെ ഹൈലൈറ്റ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ തന്നെ വീഡിയോയിൽ പൂർണ്ണമായും പറഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് പറയുന്നില്ല. ഇനി മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് എന്ന് പറയുന്നത് ഏപ്രിൽ 2022. മാക്സിമം റേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 3990 രൂപയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1690 അല്ലെങ്കിൽ 1490 കിട്ടാൻ ചാൻസ് ഉണ്ട്. കൺട്രി ഓഫ് ഒറിജിൻ എന്ന് പറയുന്നത് ചൈനയും, 1 വർഷം നമുക്കിന് വാറന്റി ഉണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് ആക്റ്റീവ് ബ്ലാക്ക് ആണ്. ഇതല്ലാണ്ട് നമുക്കൊരു ബ്ലൂ കളറിലും അവൈലബിൾ ആണ്. സെയിം വീണ്ടും പറയാനുള്ള അത് തന്നെയാണ്, ബോട്ടിൻ്റെ അതേ ഡിസൈനോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു വാച്ച് കിട്ടുക. എന്തായാലും വാച്ച് അങ്ങോട്ട് ഉള്ളിലോട്ട് പോയി കിടപ്പുണ്ട്. കൂടെ കിട്ടുന്നത് ഒരു ചാർജിങ് കേബിളും കൂടെ ഒരു യൂസർ ഗൈഡ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു വാറണ്ടി കാർഡും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത്. എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുന്നു എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഏറ്റവും മുന്നിലായിട്ട് വളരെ മനോഹരമായിട്ടുള്ള നമ്മുടെ 1.69 ഇഞ്ച് ഡിസ്പ്ലേ കാണാം. കൂടാതെ ബോഡി നോക്കുവാണെങ്കിൽ മെറ്റൽ ബോഡിയാണ് നമുക്ക് ഫുള്ളായിട്ട് കാണാൻ സാധിക്കുക. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മെറ്റൽ ബോഡി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. എന്നാൽ പിറകെന്ന് പറയുന്നത് കുറച്ച് പ്ലാസ്റ്റിക് ആണ്, എന്നാൽ പോലും നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഹെൽത്ത് മോണിറ്ററിംഗ് സെൻസേഴ്സും അതുപോലെ തന്നെ ചാർജിങ് പോയിന്റും ഒക്കെ കാണാം. അതുപോലെ തന്നെ വലതുവശത്തും നമുക്കൊരു ക്രൗണും ഒക്കെ ഉണ്ട്. അതും നല്ല രസമുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മുടെ സ്ട്രാപ്പ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു രീതിക്കുള്ളൊരു ക്വാളിറ്റിയാണ്. പിന്നെ ഈ ഒരു സ്ട്രാപ്പ് സൈസ് എനിക്ക് തോന്നുന്നത് 22 mm ആണ്. എന്തായാലും അതൊന്ന് നോക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ ബക്കിൾസ് നോക്കുവാണെങ്കിലും മെറ്റൽ ബക്കിൾസ് ആണ്. കൂടാതെ ഡിഫൈയുടെ ലോഗോ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്ക് വാച്ച് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യാം. ഡെഫിയുടെ ലോഗോ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാച്ച് ബൂട്ടപ്പായി നേരെ അങ്ങോട്ട് ഹോം സ്ക്രീനിലോട്ട് വന്നിട്ടുണ്ട്, ബോൾട്ടിൻ്റെ വാച്ചുകൾ കണ്ട പോലെ. എന്തായാലും മറ്റുള്ള UAയിലേക്കൊക്കെ വരുന്നതിന് മുന്നേ ഡിസ്പ്ലേയെ കുറിച്ച് കൂടുതൽ പറയുവാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1.69 ഇഞ്ച് HD ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു വാച്ച് നമുക്ക് ലഭ്യമാകുക. കൂടാതെ 240x280 പിക്സൽസ് ആണ് റെസൊല്യൂഷൻ. അതുപോലെ തന്നെ 550 നിറ്റ്സ് ബ്രൈറ്റ്നസ് ഉണ്ട്. 550 നിറ്റ്സ് നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത കളർ ഫിറ്റ് പൾസ് 2ഉം 550 നിറ്റ്സ് ആയിരുന്നു. 550 നിറ്റ്സിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും പുറത്തൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 550 നിറ്റ്സ് നമ്മൾ ബ്രൈറ്റ്നസ് അങ്ങോട്ട് ഓൺ ആയി കൊടുത്തു കഴിഞ്ഞാൽ സണ്ണി ഡേയ്സിലൊക്കെ നല്ല രീതിക്ക് ആ ഒരു വിസിബിലിറ്റി ഉണ്ടാവും. എന്നാൽ ബാറ്ററി എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ട് ഡ്രെയിൻ ആവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ബെറ്റർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ആ ഒരു 20 to 40% കീപ്പ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടുന്നതാണ്. ഇനി നമ്മുടെ യൂസർ ഇന്റർഫേസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ബൂട്ടപ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കുള്ള വാച്ച് ഫേസ് ഇതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മറ്റുള്ള വാച്ചുകളിലാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റത്തില്ല. നമ്മൾ ആ ഒരു മെയിൻ മെനുവിലേക്ക് പോയിട്ട് വാച്ച് ഫേസിൽ പോയാൽ മാത്രമേ മറ്റുള്ള വാച്ച് ഫേസുകൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അറ്റ് എ ടൈം നമുക്ക് ഇതിനകത്ത് 6 മാത്രമേ ഇൻക്ലൂഡ് ചെയ്യാൻ സാധിക്കുള്ളൂ എങ്കിൽ പോലും 100-ൽ പരം എനിക്ക് തോന്നുന്നു ആ ഒരു വാച്ച് ഫേസസ് നമുക്ക് ഇവിടെ ഡിഫൈ സ്പേസ് ആപ്പ് വഴി നമുക്ക് ചെയ്യാം. എത്ര എണ്ണമാണെന്ന് അവരെവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ 100-ൽ പരം ജസ്റ്റ് നമുക്ക് പറഞ്ഞത്. എന്തായാലും ഞാൻ വീണ്ടും പറയുന്നത്, നമ്മളുടെ സ്വന്തം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു വാൾപേപ്പർ ഇടുന്നെങ്കിൽ ഈ ഒരു വാച്ച് ഫേസസ് നമ്മൾ നോക്കാനേ പോകുന്നില്ല. ഇനി മോളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഏറ്റവും മുകളിലായിട്ട് കണ്ടോ ഡേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്, ഇന്ന് ഏത് ദിവസമാണെന്ന് കാണിക്കുന്നുണ്ട്, ബാറ്ററി ലെവല്, ബാറ്ററി പെർസെൻറ്റേജ്, വെതർ, കൂടാതെ കുറച്ച് ക്വിക്ക് ഐക്കൺസ്. അതിലൊന്ന് സ്പോർട്സ് മോഡ്സ് ആണ്. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ്, ഡു നോട്ട് ഡിസ്റ്റർബ്, ഫൈൻഡ് മൈ ഫോൺ, മ്യൂസിക്, QR കോഡ് എന്ന് വെച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ, അതുപോലെ തന്നെ എബൌട്ട് ദ ഫോൺ, കൂടാതെ സെറ്റിംഗ്സ്. ഇനി മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് ഏറ്റവും മുകളിലായിട്ട് ഡേറ്റ്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണ്, ഇന്ന് ഏത് ദിവസം എഴുതിയിട്ടുണ്ട്, ബാറ്ററി ലെവല്, ബാറ്ററി പെർസെൻറ്റേജ്, വെതർ, കൂടാതെ കുറച്ച് ക്വിക്ക് ഐക്കൺസ്. അതിലൊന്നെന്ന് പറഞ്ഞത് സ്പോർട്സ് മോഡ്, ബ്രൈറ്റ്നസ്, ഡു നോട്ട് ഡിസ്റ്റർബ്, വേർ ഇസ് മൈ ഫോൺ, മ്യൂസിക് കൺട്രോൾ, QR കോഡ്, എബൌട്ട്, അതുപോലെ തന്നെ സെറ്റിംഗ്സ്. ഈ ഒരു എബൌട്ടൊക്കെ ആക്ച്വലി ഇതിനകത്ത് എന്തിനാണ് കൊണ്ടുവച്ചേക്കുന്ന ആ ഒരു ഇൻഫോ ഒക്കെ ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. പിന്നെ ആ ഒരു രസത്തിനായിരിക്കാം കൊണ്ടുവച്ചിരിക്കുന്നത്. കൂടാതെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആക്ടിവിറ്റി ഡേറ്റ ഉണ്ട്, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് ഉണ്ട്, കൂടാതെ സ്ലീപ്പ് ഡേറ്റ ഉണ്ട്, വെതർ സെറ്റിംഗ്സ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്. ഇനി നമുക്ക് ബാക്ക് പോകണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു ക്രൗണിൽ ഞെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്തത് കണ്ട ഇത്രയേ ഉള്ളൂ. ഇനി ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നോട്ടിഫിക്കേഷൻ ആണ്. കൂടാതെ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മുടെ മെയിൻ മെനു ആണ്. ഇനി മെയിൻ മെനുവിൽ നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്പോർട്സ് മോഡ്. ഇതിനകത്ത് 10 സ്പോർട്സ് മോഡ് മാത്രമാണ് ഉള്ളത്. എന്നാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള എല്ലാം വാക്ക്, റണ്ണ്, സൈക്കിൾ,
സൈക്ലിംഗ്, ക്ലൈംബിംഗ്, യോഗ, ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ബാഡ്മിന്റൺ, റോപ്പ് സ്കിപ്പിംഗ്, സ്വിമ്മിംഗ്. ഇതിനകത്ത് സ്വിമ്മിംഗ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും ഈ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് സ്വിം ചെയ്യാണ്ട് ഇരിക്കുന്നതാണ് ബെറ്റർ. IP68 ഡസ്റ്റ് സ്വെറ്റ് ആൻഡ് സ്പ്ലാഷ് റെസിസ്റ്റന്റ് ഉണ്ടെങ്കിൽ പോലും. കാരണം ഇതിൽ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവർ ഇത് മാറ്റി തരത്തില്ല. സോ ആ ഒരു വാട്ടർ ആക്ടിവിറ്റി സ്പോർട്സുകൾ മാറ്റിയിട്ട് വെച്ചിട്ട് ബാക്കി ഏത് വേണമെങ്കിലും നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് ചെയ്യാം. കൂടാതെ ബ്രത്ത് ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഭയങ്കര സ്ട്രെസ് ആയിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒരു ബ്രത്ത് ട്രെയിനിങ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും അത്യാവശ്യം നമുക്ക് നല്ല സ്ട്രെസ് ഫ്രീ ആവും. കൂടാതെ ക്യാമറ, SPO2, സ്റ്റോപ്പ് വാച്ച്, ഫൈൻ ഫോൺ, സ്ക്രീൻ ടൈം ഔട്ട്. ഞാൻ ഇപ്പോൾ 15 സെക്കൻഡാണ് ഇട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നാൽ ഇതിൽ ഏറ്റവും മിനിമം ഏതാണോ അതിലേക്ക് പോകാമെന്ന് ഞാൻ പറയത്തുള്ളൂ. അതായത് 5 സെക്കൻഡ്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രമാണ് 15 സെക്കൻഡ് ഇട്ടിരിക്കുന്നത്. കൂടാതെ വാച്ച് ഫേസസ് നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. റീസെറ്റ്, പവർ ഓഫ്, ഡൗൺലോഡ് ആപ്പ്, ടൈമർ, മോറിലേക്ക് പോവുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു റേസ് ടു വേക്കപ്പ് നമുക്ക് ഇവിടെ വന്നിട്ട് ഓണും ഓഫും ആക്കാം. കൂടാതെ എബൌട്ടും റേസ് ടു വേക്കപ്പ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നു എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ നോക്കിക്കോളൂ, ഞാൻ ഇങ്ങനെ മാറ്റിയിട്ട് ജസ്റ്റ് ആകുമ്പോൾ കണ്ടോ റേസ് ടു വേക്കപ്പ് ഓൺ ആയി. അതിലൊക്കെ തന്നെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പമില്ല. ചെറിയൊരു ലാഗ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. നല്ല രീതിക്ക് ആ ഒരു ടച്ച് റെസ്പോൺസ് ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഒരിക്കലും എന്താ പറയുക, ഈ ഒരു റേറ്റിന് ഇത് കിട്ടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ഡെഫൈ പിന്നെ കുറേയൊക്കെ ഇപ്പോൾ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി ഇത്രയും നല്ല ക്വാളിറ്റിയിൽ പ്രോഡക്റ്റുകൾ ഇറക്കുന്നത്, അതിൽ വേറൊരു സംശയവുമില്ല. ഇനി നമ്മുടെ സെൻസേഴ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം ബോർഡിൽ വെച്ചിട്ട് പൊതുവെ നമ്മൾ ചെയ്യുന്ന പോലെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഹാർട്ട് റേറ്റ് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പ്ലീസ് വെയർ റിസ്റ്റ് ബാൻഡ് കറക്റ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളങ്ങോട്ട് കയ്യിൽ വെച്ച് കെട്ടിയതിന് ശേഷമുള്ള ആ ഒരു റേറ്റ് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഹാർട്ട് റേറ്റ് പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കാം. 87 BPM വന്നിട്ടുണ്ട്. ചേഞ്ച് ആവുമെന്ന് നോക്കാം. 87 വന്ന് നിന്നിട്ടുണ്ട്. എന്തായാലും ആക്യുറേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, മറ്റുള്ള ഒരു മെഡിക്കൽ ഇക്വിപ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ SPO2 97% SPO2 ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ നോക്കിയപ്പോഴത്തേക്ക് 98 ആയിരുന്നു. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജസ്റ്റ് ഒന്ന് മാറിയിട്ട് കാണിക്കുന്നുണ്ട്, അതിൽ വേറൊരു സംശയമില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ഇതൊക്കെ തന്നെ ഒരു റെഫറൻസിന് വേണ്ടി മാത്രം എടുക്കുക. ഉറപ്പായിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വാങ്ങിച്ചിട്ട് മാത്രം ഇതൊക്കെ കൺഫേം ചെയ്യുക വാല്യൂസ്. ഇനി നമ്മുടെ ഡിഫൈ സ്പേസ് ആപ്പിൽ നമുക്ക് എന്തൊക്കെയാണ് ഈ ഒരു വാച്ചിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത് നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ട് അങ്ങോട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം കാണാൻ സാധിക്കുന്ന ഒരു ഇൻ്റർഫേസ് ഇതാണ്. ഞാൻ എത്ര സ്റ്റെപ്പ് നടന്നു, അതുപോലെ തന്നെ എത്ര കാലറീസ് ബാൻ ആയി, അതുപോലെ തന്നെ എൻ്റെ അവസാനത്തെ കണ്ടോ ബ്ലഡ് ഓക്സിജൻ കാണിക്കുന്നുണ്ട്. കൂടാതെ BP എല്ലാം ഈ ഒരു ഹിസ്റ്ററി പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് മുന്നിൽ കാണുന്നത്. കൂടാതെ രണ്ടാമത് നമ്മുടെ അനാലിറ്റിക്സ് ആണ്. അതായത് A to Z കാര്യങ്ങൾ കണ്ടോ പക്ക അവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കാമെന്നേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ അവിടെ മൈ ആക്ടിവിറ്റീസ്, ഞാൻ ഓൾറെഡി ഇതിൽ സ്പോർട്സ് മോഡ്സ് ഒന്നും തന്നെ വെച്ചിട്ട് ആക്ടിവിറ്റി ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്, അല്ലെങ്കിൽ അതും ഇവിടെ വന്നോളും. ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ എവിടെയാണ് കണ്ടോ ഡിഫൈ സ്പേസ് പ്രോ 7 day 18 hours നമുക്കിപ്പോൾ ഈ ഒരു വാച്ചിൽ ബാറ്ററി വെച്ചിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. 62% റിമൈനിങ് ആണ്. ബ്ലൂടൂത്ത് കണക്റ്റഡ് ആണെന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാച്ച് ഫേസിലേക്ക് വരുവാണെങ്കിൽ ഇതേ കണ്ടോ പല ക്ലൗഡ് ഫേസസ് ആണ്. ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഈ ഒരു 6 എണ്ണമേ കാണിക്കുന്നു എങ്കിൽ പോലും നമ്മൾ ക്ലൗഡ് ഫേസസിൽ കൊടുക്കുവാണെങ്കിൽ ഇതേ കണ്ട ആവശ്യം പോലെ എത്ര എണ്ണമാണെന്ന് ആക്ച്വലി നമ്മൾ വേണമെങ്കിൽ ഇരുന്ന് എണ്ണുക. 100-ൽ പരം ഉണ്ടെന്നുള്ളതിൽ യാതൊരു സംശയമില്ല കേട്ടോ. ഇഷ്ടമുള്ള ഏത് വാച്ച് ഫേസ് ആണോ അത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് ചെയ്താൽ മതി. സെൻഡിങ് ക്ലൗഡ് വാച്ച് ഫേസസ് ടു ഡിവൈസ് ഇതേ വന്നിട്ടുണ്ട്. ഇറ്റ് മേ ടേക്ക് സം ടൈംസ്. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇത്രയും അങ്ങോട്ട് ലേറ്റ് ആവുന്നുണ്ട്, അതിൽ വേറൊരു സംശയമില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റ് ആക്ച്വലി 60 MB/s ആണ്. എന്നിട്ട് പോലും ഡൗൺലോഡിങ് സ്പീഡ് ഇത്തിരി അങ്ങോട്ട് സ്ലോ ആണ്. അപ്പോൾ അതെ നമ്മുടെ വാച്ച് ഫേസ് അങ്ങോട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും അത്യാവശ്യം ടാസ്ക് ആണ് കേട്ടോ വാച്ച് ഫേസ് മാറ്റുന്നത്. കാരണം 1 മിനിറ്റ് മുകളിൽ എന്തായാലും ഇതങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തപ്പോഴത്തേക്ക് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോയോ ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കസ്റ്റം വാച്ച് ഫേസ് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് കസ്റ്റം വാച്ച് ഫേസ് കൊടുത്താൽ മതി. അവിടെ ഈ ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അപ്ലോഡ് ഇമേജ് കൊടുക്കുകയാണെങ്കിൽ അവിടെ കണ്ടോ ടേക്ക് എ ഫോട്ടോ, ലൈവായിട്ട് ഫോട്ടോ എടുക്കുക. അതുപോലെ തന്നെ ചൂസ് ഫ്രം ഗാലറി കൊടുത്തിട്ട് ഏതെങ്കിലും നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ടൈം നിങ്ങൾക്ക് എബോവ് വേണോ ബിലോ വേണോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫോൺ കളർ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. കൂടാതെ ഇൻഫോ സ്ലീപ്പ് വേണോ അതൊക്കെ തന്നെ കണ്ട. ഇപ്പോൾ ഞാൻ കൊടുത്തപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ആ ഒരു സ്ലീപ്പിൻ്റെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോ ഡേറ്റ്, ഹാർട്ട് റേറ്റ്, SPO2 ഏത് വേണമെങ്കിലും, അതായത് ഒരു കസ്റ്റം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ആപ്പ് വഴി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണൊക്കെ നിങ്ങൾ ചെയ്യുക. നമ്മൾ ആക്ച്വലി ഒരു ക്ലൗഡിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുമ്പോൾ മാത്രമാണ് കുറച്ച് ലേറ്റ് ആവുന്നത്. എന്നാൽ നമുക്ക് ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന സാധനങ്ങൾ കണ്ടോ ജസ്റ്റ് കണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് അതേപോലെ തന്നെ അങ്ങോട്ട്
ഒരു ഡിലേയും ഇല്ലാണ്ട് അങ്ങോട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതിലൊന്നും വലിയ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ ഇതൊക്കെ തന്നെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ മാത്രം, എപ്പോഴും ഇങ്ങനെ വാച്ച് ഫേസ് ഒക്കെ മാറ്റുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സീനുള്ളൂ, അല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മുടെ ആപ്പ് നോട്ടിഫിക്കേഷനിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെ നോട്ടിഫിക്കേഷൻ വാച്ചിൽ വരണം അത് നിങ്ങൾക്ക് ഇവിടെ ഇനേബിളും ഡിസേബിളും ചെയ്യാം. ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് വരുന്ന ഇത്രയും എല്ലാം ഇനേബിൾ ആക്കിയിട്ടാണ്. എന്നാൽ ഞാൻ പറയണത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം, പ്രത്യേകിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോട്ടിഫിക്കേഷൻ കാണുമെങ്കിൽ മാത്രം ഓൺ ആക്കി ഇടുക, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ വൈബ്രേറ്റ് ആയിക്കൊണ്ടിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നത് അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻ നിങ്ങളെ ഉണ്ടെങ്കിൽ ഈ ഒരു അതറിൽ പോയിട്ട് അതും അങ്ങോട്ട് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ A to Z സാധനം നമ്മുടെ ഇതിലുള്ള എല്ലാം തന്നെ ആ ഒരു നോട്ടിഫിക്കേഷൻ അതിലേക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ അലാം നമുക്ക് ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാം. കൂടാതെ ഫൈൻ ഡിവൈസ് ഉണ്ട്, ക്യാമറ, അലേർട്സ്, സെറ്റിംഗ്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും വേക്ക് ഗസ്റ്റർ ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം. 24 hours ടൈം വേണമെങ്കിൽ അതിലേക്ക് നമുക്ക് ഓൺ ആക്കി ഇടാം. ഓട്ടോമാറ്റിക് ഹാർട്ട് റേറ്റ് ഡിറ്റക്ഷൻ ഓൺ ആക്കാം. അതുപോലെ തന്നെ സെൽഷ്യസിലാണോ അതെല്ലാം നിങ്ങൾക്ക് ഫാൻ ഹീറ്റിലാണോ അത് ഇടാം. ഡു നോട്ട് ഡിസ്റ്റർബ് നമുക്ക് ഇവിടെ വന്നിട്ട് ഓൺ ആക്കാം. ഇനി നമുക്ക് വാച്ച് ഡിസ്കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാച്ച് ഡിസ്കണക്ട് ചെയ്യാം. കൂടാതെ എബൌട്ട് ഉണ്ട്, പെർമിഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഐക്കണിലേക്ക് പോകണമെങ്കിൽ കണ്ടോ നമ്മുടെ യൂസർ നമുക്ക് ഒരു പ്രൊഫൈൽ സെറ്റ് ചെയ്യാം. കൂടാതെ ഡിവൈസിനെ കാണിക്കുന്നുണ്ട്, ഗോൾ സെറ്റപ്പ്, കസ്റ്റമർ സപ്പോർട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ഡിഫൈ സ്പേസ് ആപ്പിൽ പറയാൻ പറ്റുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അതെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോണിൽ ഒരു കോൾ വരുമ്പോഴത്തേക്ക് അത് നമ്മുടെ വാച്ച് കാണിക്കുന്നതാണ്. ഇന്നലെ നമ്മൾ കാണിച്ച നോയ്സിൻ്റെ കളർ ഫിറ്റ് പൾസ് ടൂലെ പോലെ നമുക്ക് ക്വിക്ക് റിപ്ലൈയോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് ഒന്ന് കോൾ അങ്ങോട്ട് കട്ട് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. 240 mAh ആണ് ബാറ്ററി കപ്പാസിറ്റി. അപ് ടു 7 days ആണ് കമ്പനി അവകാശപ്പെടുന്ന ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത്. കൂടാതെ 2.5 hours വേണം 240 mAh 100% ചാർജ് ആകാനായിട്ട്. 5V2A നമുക്ക് ഇവരുടെ ഈ ഒരു യൂസർ ഗൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചാർജ് ചെയ്യാനുള്ള അഡാപ്റ്റർ കുറേ കൂട്ടുകാർ ചോദിക്കുന്നതാണ്, ഞാനിത് ഏത് അഡാപ്റ്റർ വെച്ച് യൂസ് ചെയ്തിട്ട്, കാരണം എൻ്റെ കയ്യിൽ ഫാസ്റ്റ് ചാർജറേ ഉള്ളൂ, ഞാൻ അത് വെച്ച് ചെയ്താൽ എന്തെങ്കിലും പ്രശ്നം വരുമെന്നുള്ളത്. നോയ്സിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ അവരതിൽ പക്ക മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ലോ പവർ അഡാപ്റ്ററോ അല്ലെങ്കിൽ പവർ ബാങ്ക് അല്ലെങ്കിൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഇതിലൊക്കെ വേണം നമ്മൾ ചാർജ് ചെയ്യാൻ, അല്ലെങ്കിൽ ബാറ്ററി ഡാമേജ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. കൂടാതെ ഡ്യൂറബിലിറ്റി പെട്ടെന്ന് ഇല്ലാണ്ടായി പോകാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫാസ്റ്റ് ചാർജറുമായിട്ട് ചാർജ് ചെയ്യല്. ഇതിനകത്ത് 5V2A എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ പല അഡാപ്റ്ററുകളിൽ നോക്കുവാണെങ്കിലും അതിനകത്ത് 5V2A ഉണ്ടാവും. പക്ഷേ ആ ഒരു 5V2A ഉണ്ടായിട്ട് കാര്യമില്ല. ഫാസ്റ്റ് ചാർജറുകളിൽ 5V2A എന്ന് പറഞ്ഞാൽ അതായത് 10 watts മാത്രമുള്ള ഒരു അഡാപ്റ്റർ കിട്ടും, അത് വാങ്ങിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ 5 watts അഡാപ്റ്റർ വാങ്ങിച്ചിട്ട് അതിലേക്ക് അങ്ങോട്ട് 5V1 അത് വാങ്ങിച്ചിട്ട് അത് വെച്ചിട്ട് ചാർജ് ചെയ്യുക. അതാണ് സേഫ് എന്ന് പറയുന്നത്. എന്തായാലും ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഈ ഒരു വാച്ചിനെ കുറിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. കയ്യിൽ കിടക്കുന്ന കാണാൻ നല്ല രസമുണ്ടായാലും വേറൊരു പ്രശ്നവുമില്ല. 1599 രൂപയ്ക്ക് ഈ ഒരു ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വാച്ച് കിട്ടുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫൈ എന്ന് പറയുന്നത് ഇപ്പോൾ അവർ കാശ് നോക്കിയിട്ടല്ല, കുറച്ച് ബിൽഡ് ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ ഇറക്കിയിട്ട്, അതായത് മാർക്കറ്റ് പിടിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം ഇവരുടേത്. അത്യാവശ്യം നല്ല രീതിക്കാണ് നമ്മുടെ ആ ഒരു റേസ് ടു വേക്കപ്പും അതുപോലെ തന്നെ ടച്ച് സെൻസിറ്റിവിറ്റി എന്നൊക്കെ പറയുന്നത് നല്ല രസമുണ്ട്. അതിലൊന്നും വേറെ ഒരു സംശയമില്ല കേട്ടോ. എനിക്ക് അങ്ങോട്ടൊരു ഡ്രോബാക്ക് അങ്ങനെ കൂടുതൽ അങ്ങോട്ട് എടുത്ത് പറയാൻ പറ്റുന്നില്ല. ഈ ഒരു പ്രൈസ് റേഞ്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും ഒരു ഡ്രോബാക്ക് പറയുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ പൈസയ്ക്ക് മറ്റത് കിട്ടുമോ, അല്ലെങ്കിൽ ഈ പൈസയ്ക്ക് ഇത് മുതലാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് 5000 രൂപയുടെ അല്ലെങ്കിൽ 2500 രൂപയുടെ ഒരു പ്രോഡക്റ്റ് വെച്ചിട്ട് ഇതും വെച്ച് കമ്പയർ ചെയ്യുന്നത് നല്ലൊരു കാര്യമല്ല. അപ്പോൾ ആ ഒരു കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഒരു മെറ്റൽ ബോഡിയുള്ള ഒരു പ്രോഡക്റ്റ്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്ന ഒരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഡിഫൈയുടെ സ്പേസ് പ്രോയിലേക്ക് പോകുന്നതിൽ ഒരു പ്രശ്നമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ സ്പേസ് പ്രോയിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ധാരണ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.